എൻ്റെ പേര് ഷാനവാസ് അഹമ്മദ്. ഖുർആൻ വലിയൊരു ആശയവൈരുദ്ധ്യത്തിൻ്റെ കൊട്ടാരമാണെന്ന് വിശേഷിപ്പിച്ചാൽ പോലും തെറ്റാകില്ലെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. കാരണം ദുൽഖർനൈൻ ചക്രവർത്തിനെ പോലുള്ള ആളുകൾ സൂര്യൻ ചളിക്കുണ്ടിൽ പോയിട്ടാണ് അസ്തമിക്കുന്നതെന്ന് സാക്ഷ്യം വഹിച്ചതുപോലും ഖുർആനിൽ കാണാൻ സാധിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പല പല രീതിയിലുള്ള ഈശ്വരനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് പ്രവാചകൻ നേരിട്ട് കണ്ടു. മറ്റുള്ള പ്രവാചകന്മാർ അദ്ദേഹവുമായിട്ടും പല രീതിയിൽ സംസാരിച്ചു. ദൈവമെന്ന സങ്കല്പം തന്നെ ആകെ വൈകല്യം നിറഞ്ഞതാക്കി തീർന്നിരിക്കുകയാണ് ഇന്നത്തെ ആത്മീയവാദികൾ, പ്രത്യേകിച്ച് ആത്മീയവാദികൾ എന്ന് പറയപ്പെടുന്ന എം അക്ബറിനെ പോലുള്ള ആളുകൾ തന്നെ. കാരണം ക്രിസ്തുവിന്, ഹൈന്ദവത, ഇസ്ലാം ഇവയെല്ലാം സമ്മേളിപ്പിക്കുമ്പോൾ അതായത് പമ്പയിലോ ഇസ്രായേലിലോ ഒഴുകുന്ന പുഴകൾ അല്ലെങ്കിൽ നദികൾ അവയെല്ലാം ബഹുദൈവ ആരാധനയുടെ ഭാഗവും മെക്കയിലോ മദീനയിലോ ഏതെങ്കിലും ഒരു നദിയുണ്ടെങ്കിൽ അത് പുണ്യത്തിൻ്റെ നദിയാവുകയും കാബം എന്ന് പറയുന്ന ഒരു സ്ക്വയർ ബിൽഡിങ്ങിനെ വലയം ചെയ്യുമ്പോൾ അത് ആരാധനയാവുകയും ഒരു ക്ഷേത്രത്തിനെയോ ഒരു കൊയറിനെയോ പോയി മുമ്പിൽ നിന്നാൽ പ്രദക്ഷിണം ചെയ്താൽ അത് ബഹുദൈവ ആരാധനയാവുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മീയത പ്രചരിപ്പിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഒരു ആത്മീയവാദിയെന്ന് സ്വയം ജനങ്ങളുടെ മുമ്പിൽ ആണിയുറച്ച ശബ്ദത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത? ഒരു സുഹൃത്ത് വളരെ പ്രസക്തമായ ചില പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രക്ക് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ദുൽഖർനൈൻ ചക്രവർത്തി സൂര്യൻ വെള്ളത്തിൽ അസ്തമിക്കുന്നത് കണ്ടു, അല്ലേ? ചളിക്കുണ്ടിൽ അസ്തമിച്ചു എന്നല്ലേ? ഖുർആനിൽ എവിടെയാണ് അതുള്ളതെന്നും കൂടി പറഞ്ഞാൽ ഒന്ന് പരിശോധിക്കാമായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെല്ലാം പരിശോധിച്ചിട്ടും ഞങ്ങളെല്ലാം ഈ അശാസ്ത്രീയമായ അബദ്ധങ്ങൾ നിറഞ്ഞ ഗ്രന്ഥം അതേപോലെ അംഗീകരിക്കുന്നത് കേവലമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നായിരിക്കും വിലയിരുത്തൽ. തീർച്ചയായും പരിശോധിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഖുർആനിൽ ചളിക്കുണ്ടിലാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്നൊരു പരാമർശമില്ലേ ഇല്ല. ഖുർആനില് അബദ്ധം കണ്ടുപിടിക്കാൻ വേണ്ടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഗവേഷണങ്ങൾ, കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഗവേഷണങ്ങൾ. എൻ്റെ സുഹൃത്തിനൊരു അല്പം ഗവേഷണ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം ഗവേഷകനായി മാറിയാൽ അത് ഇന്റർനെറ്റിലൂടെ വേണമെങ്കിൽ ബന്ധപ്പെടാൻ അവസരമുണ്ട്, സൈറ്റ് ഉണ്ട്. അങ്ങനെ ഗവേഷകനായി മാറിയാൽ കാര്യമായിട്ട് പണിയൊന്നും എടുക്കാതെ തന്നെ ഗവേഷണം കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സമ്പാദിക്കാൻ കഴിയും. പക്ഷെ അത്ഭുതകരമായി ഞാൻ പറയട്ടെ, ഇന്ന് പോലും അത്തരം ഗവേഷണ സൈറ്റുകളെ പരിശോധിച്ചുകൊണ്ട് കടന്നു വന്ന വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ വസ്തുനിഷ്ഠമായ ഒരു അബദ്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഇതുവരെ ഈ ഗവേഷണ ഭീകരന്മാർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരൊറ്റ കുട്ടിക്ക്. ഇതൊരു 2 കൊല്ലം മുമ്പ് ആൻസറിംഗ് ഇസ്ലാം എന്ന വെബ്സൈറ്റിലൂടെ ഷിംഷിമോൺ എന്ന് പറയുന്ന
ഗവേഷകൻ ഒരുപാട് ബുദ്ധിമുട്ടി അവതരിപ്പിച്ച ഒരു വാദമാണ് എൻ്റെ സുഹൃത്ത് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താ ഖുർആനിൽ പറയുന്നുണ്ട്, സൂര്യൻ ചെളിവെള്ളത്തിൽ അസ്തമിക്കുന്നു. അബദ്ധല്ലേ? ആണ്. കാരണം സൂര്യൻ അസ്തമിക്കണില്ലല്ലോ. സൂര്യൻ എന്ന വസ്തു ചളിവെള്ളത്തിലേക്ക് പോണില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോ സൂര്യന് ഭൂമി തിരിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരവസ്ഥയാണ് സൂര്യൻ അസ്തമിക്കുന്നു എന്നത്. പക്ഷേ അബദ്ധം പറ്റിയത് സിംഷമോണിനും അദ്ദേഹത്തെ ഏറ്റുപിടിച്ച ഭൗതികവാദികൾക്കും ക്രിസ്ത്യൻ മിഷണറിമാർക്കുമാണ് സുഹൃത്തെ. ഖുർആൻ പറയുന്നത് എന്താണെന്ന് പരിശോധിച്ച് നോക്കുക കൃത്യമായി. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ദുൽഖർനൈൻ സൂര്യൻ ജലാശയത്തിൽ അസ്തമിക്കുന്നതായി കണ്ടു എന്നാണ്. സൂര്യൻ ജലാശയത്തിൽ അസ്തമിക്കുന്നതായി ദുൽഖർനൈൻ കണ്ടു എന്ന്. എന്താണ് അതിൽ അശാസ്ത്രീയത? ഖുർആൻ എന്തേ ഇങ്ങനെ പറഞ്ഞത്? സൂര്യൻ ജലാശയത്തിൽ അസ്തമിക്കുന്നു എന്ന് പറയേണ്ട ഖുർആൻ പറയണമെന്ന് ക്രിസ്ത്യൻ മിഷണറിമാരും ഭൗതികവാദികളുമെല്ലാം ആഗ്രഹിക്കുന്ന ഖുർആൻ പക്ഷെ ഇങ്ങനെ പറയാൻ കാരണം എന്താ? ഇങ്ങനെ പറയുന്നതിൽ അശാസ്ത്രീയതയില്ല, മറ്റേത് അശാസ്ത്രീയമാണ് എന്നതുകൊണ്ട് തന്നെ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഞാനൊരു ഭൗതിക ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ഞാൻ ഫിസിക്സ് ആണ് പഠിച്ചത്. ഈ ഫിസിക്സും അസ്ട്രോണമിയും എല്ലാം കുറച്ചെല്ലാം പഠിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക, കോഴിക്കോട്ട് കടപ്പുറത്ത് ഞാൻ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതായി കണ്ടു. വല്ല തെറ്റുണ്ടോ? അവിടെ ഞാൻ കണ്ട വസ്തുത സൂര്യൻ അസ്തമിക്കുന്നത് തന്നെയാണ്. അത് എനിക്ക് ആപേക്ഷികമായി സൂര്യൻ അസ്തമിക്കുന്നു എന്നതൊരു സത്യവുമാണ് ഫിസിക്സിൽ. എനിക്ക് ആപേക്ഷികമായി സൂര്യൻ അസ്തമിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഫിസിക്സിൽ. ഫിസിക്സിലെ റിലേറ്റിവിറ്റി തിയറി എന്ന ഒരു സിദ്ധാന്തമുണ്ട് സുഹൃത്തെ. ഫിസിക്സ് പറയുന്നത്, ഭൗതിക ശാസ്ത്രം പറയുന്നത്, ഇന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള പ്രപഞ്ച സങ്കല്പ പ്രകാരം ആപേക്ഷികത സിദ്ധാന്തങ്ങളുണ്ട് രണ്ടെണ്ണം. അതിന് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പറയുന്നത് വസ്തുത എന്നത് വ്യക്തിക്ക് ആപേക്ഷികമാണ് എന്നാണ്. കേവല വസ്തുത എന്നതൊന്നില്ല. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് നിൽക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അയാൾ സൂര്യൻ അസ്തമിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ സൂര്യൻ യഥാർത്ഥത്തിൽ ആ സൂര്യന്റെ സ്ഥാനത്തുണ്ട്, ഭൂമി ചുറ്റുന്നതുകൊണ്ടാണ് അയാൾ കാണുന്നത് എന്ന് മാത്രം. ഖുർആൻ പറഞ്ഞത് ദുൽഖർനൈൻ അവിടെ എത്തിയപ്പോ സൂര്യൻ അസ്തമിക്കുന്നതായി കണ്ടു എന്നാണ്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇത്ര ബുദ്ധിമുട്ടി കോടികൾ ഗവേഷണത്തിന് ചെലവാക്കിയിട്ടെല്ലാം കണ്ടുപിടിക്കുന്ന ഓരോ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇതെല്ലാം. എത്ര അബദ്ധങ്ങളാണ് ഖുർആനിൽ, വൈരുദ്ധ്യങ്ങളാണ് ഖുർആനിൽ എന്നറിയോ അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം. പക്ഷേ ഞാൻ എൻ്റെ സുഹൃത്തിന് വെറുതെ കേവല നിഷേധം കൊണ്ട് കാര്യമൊന്നുമില്ല. എൻ്റെ സുഹൃത്തിന് പഠിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. സുഹൃത്തെ, അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആന്റെ അവസ്ഥാവിശേഷം. ഒന്ന് പഠിച്ചു നോക്കുക. ഇങ്ങനെ എല്ലാവരും ലോകത്തിന് സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ ആരാണെന്ന് അറിയാലോ. മുസ്ലിങ്ങളല്ലാതായിരുന്നാലും തലച്ചോറ്, എല്ലാ ബുദ്ധിയും, എല്ലാ ഗവേഷണവും, എല്ലാ ഗവേഷണ താല്പര്യവും, എല്ലാ ഗവേഷണത്തിനു വേണ്ടിയുള്ള പണവും ഇടപാടുകളും അതിനുള്ള ഇൻഫർമേഷൻ ഹൈവേയും എല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം, അതിൽ ഒരെണ്ണം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാ 82-ാമത്തെ വചനം ഖുർആൻ പറയാണ്, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അതിൽ അവർക്ക് ധാരാളം വൈരുദ്ധ്യം, ധാരാളം അബദ്ധം കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരബദ്ധം, ഒരെണ്ണം ഇല്ല. ലോകം മുഴുവനും ഗവേഷണത്തോടുകൂടി തലകുത്തി മറിഞ്ഞാലും സാധ്യമല്ല. ഞാനത് വളരെ ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. സുഹൃത്ത് പറഞ്ഞത് പോലെ തന്നെ ഇതേപോലെ വേദിയിൽ ഇസ്ലാമിന്റെ നിശിതമായ വിമർശകരെ ഇരുത്തിക്കൊണ്ട് ഇതേപോലെ പറയാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വസ്തുനിഷ്ഠമായി പരിശുദ്ധ ഖുർആൻ ഒരബദ്ധം കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. പക്ഷേ അത്ഭുതകരം, ഇതേവരെ ഒരൊറ്റ അബദ്ധം ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ, അത് ശാസ്ത്രീയല്ല, ചരിത്രപരമല്ല, മറ്റേ മാത്തമാറ്റിക്കൽ അല്ല ദൈവശാസ്ത്രപരമല്ല, ഒരബദ്ധം ഖുർആൻ ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇനി അടുത്ത പ്രശ്നമാണ്. അടുത്ത പ്രശ്നം, ആത്മീയതയുടെ കാര്യം പറഞ്ഞു നടക്കുന്ന നമ്മളെല്ലാം ഒരുപാട് അബദ്ധങ്ങളിലാണ്, ഒരുപാട് പ്രശ്നങ്ങളിലാണ്. അതെന്താ? ഈച്ചനെ പറ്റി പറയുന്നു ഖുർആൻ, പിന്നെന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരുപാട് പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് വളരെ വിനീതമായി എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പരിശുദ്ധ ഖുർആനിൻ്റെ മലയാള പരിഭാഷ എവിടെയും വാങ്ങാൻ കിട്ടും. പിച്ച് ഓഫ് ട്രൂത്തിലാണെങ്കിൽ 2 കൊല്ലത്തെ സ്നേഹസംവാദത്തിന്റെ വരിക്കാരനായാലും വെറുതെ കിട്ടും. ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. ഇയാൾ പറയുന്ന ഈച്ചയൊന്നും ഖുർആനിലുള്ളതല്ല. വിമർശകന്മാർ ഉന്നയിക്കുന്ന ഒരു ഈച്ച പ്രശ്നമുണ്ട്. കുറെ കാലമായി ഹദീസിലുള്ള ഈച്ചയുടെ പ്രശ്നം വല്ലാതെ വിമർശകന്മാരെ വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ആ ചോദ്യം ഉന്നയിക്കാത്തതുകൊണ്ട് തന്നെ ഞാനതിന് മറുപടി പറയണില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എന്താ? മക്കയിലുള്ള നദികളെല്ലാം വിശുദ്ധവും, പലസ്തീനിലുള്ള നദികളെല്ലാം അശുദ്ധവും, ഇന്ത്യയിലുള്ള നദികളെല്ലാം ബഹുദൈവ ആരാധനയൊന്നും അല്ല. ധരിച്ചു പോയതാണ് അങ്ങനെല്ലാം. നമ്മൾ പറയുന്നത് ലോകത്തെവിടെയാണെങ്കിലും മനുഷ്യർ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവർ നന്നാകും, അല്ലാത്തവർ കൊള്ളരുതാത്തവരാകും എന്നാണ്. അത് മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുണ്ട്. അതേ മക്കയിലാണ് അബൂജഹലും ജീവിച്ചത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് മക്കയിൽ. അതേ മക്കയിൽ തന്നെയാണ് മുഅല്ലഖ എന്ന തല്ലിപ്പൊളി നഗ്ന സാഹിത്യങ്ങൾ അടങ്ങുന്ന കവിതകൾ തൂങ്ങിക്കിടന്നത്. പ്രദേശത്തിന്റെ മഹത്വം തീർച്ചയായും ഉണ്ടാകും. ഒരു പ്രദേശത്തിന് പടച്ച തമ്പുരാൻ നൽകിയ മഹത്വങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ പ്രദേശത്തിന്റെ മഹത്വത്തിനപ്പുറത്ത് വ്യക്തിയുടെ ജീവിതത്തിലുള്ള വിശുദ്ധിയും അവന്റെ ജീവിതത്തിലുള്ള സമർപ്പണവുമാണ് ഇസ്ലാം കാക്ഷിക്കുന്നതും പറയുന്നതും. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ പ്രാദേശികമായ എല്ലാ തലങ്ങൾക്കും അപ്പുറത്ത് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഖുർആനിലെ 35-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വളരെ കൃത്യമായി എന്താ ഖുർആൻ പറഞ്ഞത്? ഒരൊറ്റ സമുദായവും കടിഞ്ഞു പോയിട്ടില്ല. ഒരു ദൈവദൂതന്റെ, ഒരു പ്രവാചകന്റെ, ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. എല്ലായിടത്തേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, ലോകത്തെല്ലായിടത്തേക്കും വന്നിട്ടുണ്ട്. എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടേക്ക് മുഴുവനും പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട്. ഖുർആനാണ് പറയുന്നത്. അപ്പോ ഏതെങ്കിലും സ്ഥലം വിശുദ്ധം, ഏതെങ്കിലും സ്ഥലം അശുദ്ധം എന്നുണ്ടോ? പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടാകാത്ത ഒരൊറ്റ സമുദായം ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പ്രവാചകന്മാരുടെ നിയോഗം എല്ലായിടത്തേക്കും ഉണ്ടായി. ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച തത്വം, നിന്നെ പടച്ച നിന്റെ തമ്പുരാനെ നീ തിരിച്ചറിയണം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് സുഹൃത്തെ ആത്മീയത. അതാണ് ഇസ്ലാമിന്റെ ആത്മീയത. ഇസ്ലാം പറയുന്ന ആത്മീയത അതാണ്. നീ നിന്റെ സ്രഷ്ടാവിനെ തിരിച്ചറിയുക, സ്രഷ്ടാവായ തമ്പുരാനെ മനസ്സിൽ ഉൾക്കൊള്ളുക, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അവനോട് നീ നിന്റെ പ്രശ്നങ്ങൾ പറയുക, അവന് നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുക, അവനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക. നിനക്ക് സമാധാനമുണ്ടാകും ഇഹലോകത്ത്, മരണാനന്തര ജീവിതത്തിൽ ശാശ്വത സമാധാനത്തിന്റെ ഭവനമായ സ്വർഗലോകം സമ്മാനമായി ലഭിക്കും. അതല്ലാതെ മറ്റൊന്നുമില്ല. ഹൈന്ദവത, ക്രൈസ്തവത, ഇസ്ലാം എന്ന് നമ്മൾ പറയുമ്പോൾ ഭാരതത്തിലേക്ക് വന്ന പ്രവാചകന്മാരും ക്രിസ്തുവും ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരും എല്ലാം പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാം തന്നെയാണ് എന്നാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആത്മീയമായ ഔന്നത്യത്തിന്, ആത്മീയമായ വിശുദ്ധീകരണത്തിന്, ആത്മീയമായ സമാധാനത്തിന്, ജീവിതത്തിന്റെ സമ്പൂർണമായ വിശുദ്ധീകരണത്തിന് പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അവന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത.